30ാമത്തെ സങ്കീർത്തനമാണല്ലോ നാം ഇന്ന് വായിച്ചത്. हमने यहाँ पर 30वां भजन संहिता पढ़ा है. ഇതിനു മുൻപ് ഒരിക്കൽ ഇത് വായിച്ചതായി ഞാൻ ഓർക്കുന്നു. इससे पहले भी मैं पढ़ा हुआ मुझे स्मरण में है. നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് അതിൽ നിന്ന് 2 വാക്യങ്ങളാണ്. उसमें से 2 वचनों को मैं आप लोग के बीच रखता हूं. അതിന്റെ 5ഉം 6ഉം 7ഉം 3 വാക്യങ്ങൾ, വിശേഷിച്ച് 6ഉം 7ഉം വാക്യങ്ങളാണ്. എന്നാൽ 5 ചേർത്ത് വായിക്കാം. 5, 6 और 7 उसमें से 2, 6 और 7 खास ध्यान देना है उसमें. पांच से ദൈവത്തിന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. परमेश्वर का क्रोध जो है क्षण भर के लिए होता है, എന്നാൽ അവന്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത്. मगर उसकी प्रसन्नता जो है हमारा जीवन की आयु काल तक होती है. സ്തോത്രം. അതുകൊണ്ട് 5ാം വാക്യത്തിൽ പറയുന്നു, സന്ധ്യാസമയത്ത് കരച്ചിലാണെങ്കിലും പ്രഭാതത്തിൽ ആനന്ദഘോഷം വരുന്നു. इसीलिए कहते हैं कि शाम के वक्त में रोना होगा, मगर सुबह होती है वो आनंद के साथ होती है. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ, പ്രതികൂലങ്ങൾ ഒക്കെ ക്ഷണീയമാണ്. हमारे जीवन के कठिनाइयां, परेशानियां ये क्षण भर के लिए हैं. നമ്മുടെ ജീവിതം തന്നെ ക്ഷണികമാണ്. हमारा जीवन ही क्षण भर का है. എങ്കിൽ പിന്നെ അതിലെ കഷ്ടതകൾ അതുപോലെ തന്നെ ക്ഷണികം. और उसमें जीवन में होने वाला कठिनाइयां, परेशानियां भी क्षण भर के लिए ही है. ദൈവം കോപിക്കുന്ന ദൈവമാണ്. परमेश्वर क्रोध करने वाला परमेश्वर है. എല്ലായ്പ്പോഴും അവൻ കോപിച്ചുകൊണ്ടിരിക്കില്ല. मगर वो हर हमेशा के लिए क्रोधित नहीं करता रहता. എന്നാൽ അവന്റെ ദയ, അവന്റെ കരുണ അതാണ് ദീർഘകാലത്തേക്കുള്ളത്. मगर उसकी प्रसन्नता जीवन भर की होती है. അതാണ് 5ാമത്തെ വാക്യം. वही 5वां वचन कहता है. അതല്ല നമ്മുടെ പ്രധാന വിഷയം. वो हमारा प्रथम विषय नहीं है. 6ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, उसके 6ठे आयत में हम इस प्रकार पढ़ते हैं. സ്തോത്രം. എന്താണ്? സ്തോത്രം. ഞാൻ എൻ്റെ സുഖകാലത്ത് ഒരു കാര്യം പറഞ്ഞു. मैंने अपने चैन के समय में ये कहा था. എന്താ പറഞ്ഞത്? ഞാൻ ഒരു നാളും കുലുങ്ങി പോകത്തില്ല. कि मैं कभी नहीं टलने का. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. मेरे जीवन में समस्याएं होंगी नहीं. മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാകാം, बाकी लोगों को कठिनाइयां, परेशानी होंगी, പക്ഷെ എനിക്കുണ്ടാവില്ല. मगर मेरे जीवन में नहीं होंगी. ഞാൻ എപ്പോഴാ പറഞ്ഞത്? मैंने कब कहा ये? സുഖകാലത്ത്, मेरे प्रसन्नता के दिन में. അതായത് നമ്മുടെ ജീവിതത്തിൽ സുഖകാലവും ദുഃഖകാലവും ഉണ്ട്. हमारे जीवन में चैन का समय भी है, कठिनाइयों का समय भी है. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ട്. और हमारे जीवन में ऊंच नीच भी होता रहता है. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പർവ്വതത്തിന്റെ അനുഭവങ്ങളും താഴ്വരയുടെ നിലവാരങ്ങളും ഉണ്ട്. पर्वत शिखर का अनुभव भी हमारे जीवन में होता है और तराई का अनुभव भी हर एक के जीवन में होता है. അമാവാസിയും പൂർണ്ണമാസിയും നമുക്ക് അനുഭവിക്കേണ്ടി വരും. हम अमावस्या का और पूर्णिमा का दोनों का अनुभव हम जीवन में करते हैं. രാവും പകലും, सुबह और रात का अनुभव, സന്ധ്യയും പ്രഭാതവും, और शाम का वक्त और सुबह का वक्त, ഇതെല്ലാം മനുഷ്യ ജീവിതത്തിലുണ്ട്. ये सब मनुष्य जीवन में अनुभव करते हैं. ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എന്ന് നാം കരുതുന്നെങ്കിൽ തെറ്റാണത്. अगर हम कहें कि हम में इसमें से कोई एक ही का अनुभव करेंगे तो गलत है. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്. हमारे जीवन में कई परेशानियां आती हैं. പക്ഷേ ജീവിതത്തിന്റെ സുഖകാലത്ത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇനിയും പ്രശ്നങ്ങളില്ല. जब हम चैन से रहते हैं तभी हमको लगता है कि हमारे जीवन में और कभी समस्या नहीं होंगी. നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം, ഞങ്ങളുടെ മൂത്ത മകൻ
ബിജിന്റെ ജനന സമയത്ത് വളരെ വലിയ പ്രതികൂലങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. हमारा पहला बेटा बिजिन जब हुआ था, हम जीवन में कई समस्याओं प्रश्नों से जब गुजर रहे थे तब അമ്മയും കുഞ്ഞും മരിക്കും എന്ന അനുഭവത്തിൽ 30 മണിക്കൂറെങ്കിലും ഇങ്ങനെ അവരുടെ പ്രാണൻ നൂലിൽ തൂങ്ങിക്കിടന്നു. लगभग 30 घंटे मृत्यु से जूझ रहे थे माता और बच्चा दोनों. അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ ശുശ്രൂഷയ്ക്കുണ്ടാകാവുന്ന ആഘാതങ്ങളെ കുറിച്ച് ഞാൻ വളരെ ആശങ്കാകുലനായിരുന്നു. अगर जीवन में उस मृत्यु की परिस्थिति में कोई भी चला जाए तो मेरी सेवकाई का क्या हशर होगा, इसके बारे में मैं सोचकर व्याकुल हो रहा था. ധാരാളം വെല്ലുവിളികൾ ഞാൻ ശുശ്രൂഷിച്ച സഭയിൽ നിന്ന് തന്നെ ഉണ്ടായി. कई चुनौतियों का सामना सेवकाई में मेरे कई लोगों ने की. ഏതായാലും ഈ 30-ൽ പരം മണിക്കൂറുകളുടെ ഒരു വല്ലാത്ത പോരാട്ടത്തിനൊടുവിൽ അമ്മയും കുഞ്ഞും ജീവനോടെ ശേഷിച്ചു. ये 30 घंटे के युद्ध के बाद में दोनों माँ और बच्चे दोनों जीवन के साथ लौट गए. അതൊരു ശനിയാഴ്ച രാവിലെ ഏകദേശം 11 മണിക്കായിരുന്നു. और शनिचर के दिन में और सुबह 11 बजे के समय में था. പിറ്റേന്ന് ഞായറാഴ്ച സഭായോഗം. और अगले दिन तो रविवार का आराधना का समय होता है. എൻ്റെ കൂടെ കഷ്ടതയിൽ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി നിന്ന ഒരു സഹോദരൻ, और मेरे संग में जो था साथी, जो मुझे प्रार्थना कर कर मुझे साहस दे रहा था, അദ്ദേഹം സഭാമധ്യത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ കരുതുന്നു നമ്മുടെ പാസ്റ്ററുടെ ജീവിതത്തിൽ ഇനിയും ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിന് സമാനമായ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. वो भाई रविवार को गवाह देने के लिए जब खड़ा होता है तो वो कहता है कि अब मैं सोचता हूं कि पास्टर के जीवन में और कोई समस्या या प्रश्न नहीं होंगे कर. അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥമായ മനസ്സിൽ നിന്നാണ്. वो एक खरे दिल से उसने इस प्रकार की बातें कही. ഇതിനേക്കാൾ വലിയ എന്തോ പ്രശ്നം വരാനിരിക്കുന്നു എന്ന ചിന്തയിൽ അദ്ദേഹം പറഞ്ഞു. उन्होंने इस प्रकार सोचा कि इससे बड़ा जीवन में समस्या और क्या हो सकती है, ये सोचकर उसने ये बात कहा. സ്തോത്രം. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഓർക്കാറുണ്ട്. और मैं कई बार उन भाई के कहे हुए बातों को स्मरण करता हूं. ഞാന് മുൻപിൽ എന്താണ് ഇനിയുമെന്ന് അറിയില്ലായിരുന്നെങ്കിലും പറഞ്ഞു, അത് ശരിയല്ല, ഇതിനേക്കാൾ വലുത് ഇനിയും ജീവിതത്തിൽ സംഭവിക്കാം. और तब मैं ये बात के बारे में सोचने लगा और फिर उससे कहा कि ये सही नहीं है कि हमेशा खुशहाली होगी, समस्या आगे भी आ सकती है. Our life, especially Christian life, it's a campaign. ഇത് ഒരു എന്താണ് പറയുന്നത്, ചങ്ങല പോലെയാ. मसीह जीवन कहा जाए तो एक साकली से बंधा हुआ एक अवस्था है. ये ഒരു കാര്യം കഴിഞ്ഞതുകൊണ്ട് എല്ലാം തീർന്നെന്ന് കരുതരുത്. एक अवस्था में हम हैं तो हमेशा ये नहीं सोचना कि वही अवस्था में हम हमेशा रहेंगे. സ്തോത്രം. അത് സുഖമായാലും ദുഃഖമായാലും. वो शायद दुख का अनुभव हो या सुख का अनुभव हो. സ്തോത്രം. അങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. സുഖകാലത്ത് പറഞ്ഞു, ഇനിയും പ്രശ്നമില്ല, എല്ലാം കഴിഞ്ഞു, ഞാൻ ഇനിയും I will not be moved, ഞാൻ കുലുങ്ങി പോവുകയില്ല. इसीलिए भजन संगीतकार जो है 6वें वचन में कहता है कि जब मेरा चैन का समय था तो मुझे लगा कि मैं कभी नहीं टलेगा कर. പിന്നെ അദ്ദേഹം കുലുങ്ങിയോ? फिर उसके बाद में कभी हिला क्या वो? क्या विषय? टला था? नहीं टला था. സ്തോത്രം. പിന്നെയും താൻ കുലുങ്ങി. उसके बाद भी वो टला. He was moved. उसके बाद भी वो हिला. He was shaken. उसको जीवन में कई बार हिलना पड़ा उसे. സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കൺഫെഷനാണ്, ഏറ്റുപറച്ചിലാണ് 7ാമത്തെ വാക്യം. और उसके बाद में परमेश्वर से वो कुछ बातें कहता है, वो है 7वां वचन. സ്തോത്രം. हाँ. സ്തോത്രം. പിന്നീട് അവൻ ഭ്രമിച്ചോ? उसके बाद में वो घबराया क्या? സ്തോത്രം. ഭ്രമിച്ചു. घबराया जरूर. അതിനുശേഷം അവൻ കുലുങ്ങിയോ? उसके बाद में वो हिल डुलने का अनुभव उसके जीवन में हुआ क्या? കുലുങ്ങി. वो हमेशा अस्थिर रहा बाद में भी.
പക്ഷേ താൻ ഒരു കാര്യം മനസ്സിലാക്കി. मगर उसने एक बात को अच्छी तरह समझ लिया था। എന്താ മനസ്സിലാക്കിയത്? क्या समझा था उसने? സ്തോത്രം. കമോൺ, എന്താ ചിന്തിച്ചത്? എന്തായിരുന്നു സത്യം? എന്താ അല്ലെ ഫാക്ട് എന്ന് പറയുന്നത്? उसकी सच्चाई क्या क्या थी? സജിത് ബ്രദർ. സ്തോത്രം. നമ്മൾ ജീവിതത്തിൽ കുലുങ്ങാതിരിക്കുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്നെങ്കിൽ അതിന് കാരണം രണ്ടാണ്. अगर हम जीवन में स्थिर हैं या प्रसन्नित हैं तो उसका दो कारण हो सकता है। ഒന്ന്, एक तो है ഗാഡ്സ് പ്ലഷർ. നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. क्योंकि परमेश्वर की प्रसन्नता से मेरे पहाड़ को तूने दृढ़ किया है। സ്തോത്രം. ദൈവത്തിന്റെ പ്രസന്നത, പ്രസാദമാണ് നമ്മുടെ ജീവിതത്തെ കുലുങ്ങാതെ പ്രശ്നങ്ങളില്ലാതെ നിലനിർത്തുന്നത്. परमेश्वर की प्रसन्नता हमारे जीवन को स्थिर बनाता है, हमेशा समस्याओं से बचाए रखता है। दूसरा, നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. और जब तूने अपना मुंह फेर लिया तो मैं घबरा गया। എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് നടത്തിയത് കൊണ്ടാണ് നാം ഇതുവരെ ഭ്രമിക്കാതിരുന്നിട്ടുള്ളത്. हम घबराए नहीं, इसका कारण यह है कि परमेश्वर ने उसकी दृष्टि हमारे ऊपर हमेशा लगाए रखकर हमारे साथ चला था। It was not our skills that made us successful so far. हम विजयी रहे हैं जीवन में, ये नहीं कि हमारे काबिलियत है। स्तोत्रम. It's not our intellect that brought us thus far. हमारे दिमाग के वजह से नहीं हम यहाँ तक आ पहुंचे हैं। It's not because of our abilities we reached this particular point. हमारे काबिलियत ने नहीं हमें यहाँ तक ले आया है। സ്തോത്രം. നമ്മുടെ കായബലം, മസിൽ പവർ, നമ്മുടെ സ്തോത്രം പണത്തിന്റെ ശക്തി, മണി പവർ, ഇതൊന്നുമല്ല നമ്മെ ഇവിടം വരെ എത്തിച്ചത്. हमारा सामर्थ्य जो हमारे बल का है या फिर हमारे पैसे का है, क्या कोई भी सामर्थ्य हमें यहाँ तक लिए नहीं आया है। ഞാൻ യോർഗീസ് ആയതുകൊണ്ടാ ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചാൽ തമ്പുരാൻ ഇതെന്നെ പഠിപ്പിക്കും. अगर मैं कहूं कि मैं वियो वर्गीस हूं, इसके लिए अभी तक ले आया है, तो परमेश्वर मुझे एक सबक सिखाएगा। സ്തോത്രം. ഇല്ല മോനെ, എന്റെ പ്രസാദം കൊണ്ടാ നീ ഇതുവരെയും ഉറച്ചു നിന്നത്. तो परमेश्वर कहेगा मेरी प्रसन्नता ही तुझे यहाँ तक ले आया है कर कर। സ്തോത്രം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയത്തില്ലേ, സ്തോത്രം, അവൻ എന്റെ മോനാടി. हम कई बार कहते हैं कि अपने परिवार में वो मेरा बेटा है कर कर कहते हैं। ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഏതെങ്കിലും ഒരു വിജയത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ അഭിമാനിക്കും, എന്റെ മോനാ, എന്റെ മോളാ എന്ന്. अगर हमारे बच्चे को किसी को कोई अच्छा सम्मान मिले तो हम कहेंगे कि वो मेरा बेटा है कर कर या मेरी बेटी है कर कर कहते हैं। സ്തോത്രം. ഞാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ. मैं भी ऐसा कई बार कह चुका हूँ। സ്തോത്രം. അരുത്. നമുക്ക് അപ്പോഴൊക്കെ പറയാം, കർത്താവേ, നിന്റെ പ്രസാദമാണ് ഞങ്ങളെ ഉറച്ചു നിൽക്കുമാറാക്കിയത്. हम वैसा कभी ना कहें, हम परमेश्वर से कहें कि तेरी प्रसन्नता ही हमें स्थिर बनाए रखता है। ഹല്ലേലൂയ. ദൈവം തന്റെ മുഖം നമ്മിൽ നിന്നും മറച്ചാൽ അതേ നിമിഷത്തിൽ നാം ഭ്രമിച്ചു പോകും. अगर परमेश्वर ने उसका मुंह हमसे फेर ले तो हमारे जीवन में घबराहट ही हो सकती है। സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ സഫലത ഉണ്ടാവില്ല. हमारे जीवन में कोई भी किसी प्रकार की सफलता नहीं होगी, സന്തോഷം ഉണ്ടാവില്ല, कोई भी प्रकार का आनंद नहीं होता है। സ്തോത്രം. നാം പരാജിതരായും हम हारे हुए लोग बन जाते हैं। എന്നാൽ നമുക്കിന്ന് കർത്താവിനോട് പറയാം, ദൈവമേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. हम कहें परमेश्वर तेरी प्रसन्नता से मेरे पर्वत को तू स्थिर बनाए रखता है। സ്തോത്രം. നമ്മുടെ ജോലിയിലോ പഠനത്തിലോ നമ്മുടെ കുടുംബജീവിതത്തിലോ നമ്മുടെ ജീവിതത്തിന്റെ മറ്റേതെങ്കിലുമൊക്കെ മേഖലകളിലോ നാം എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറയാം, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് യു ആൻഡ് യുവർ പ്രസൻസ്. अगर हमने जीवन में
जीवन में किसी भी प्रकार की सफलता हमारे पढ़ाई में हो, हमारे एक्सपीरियंस में हो, हमारे नौकरी के स्थान पे हो, परिवार में पाए हैं, तो हम कहें कि ये प्रसन्नता, आपकी प्रसन्नता हमारे ऊपर है, इसीलिए हम स्थिर रह कर അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ തിരുമുഖം മറയ്ക്കരുതേ. इसीलिए हम परमेश्वर से कहें, आपका चेहरा हमसे न फेरें. സ്തോത്രം. തിരുമുഖം മറച്ചാൽ ഞാൻ ഭ്രമിച്ചു പോകും. अगर आपका मुंह हमसे फेर ले तो मैं घबरा जाऊंगा परमेश्वर. ലോകത്തിൽ ആരെല്ലാം നമ്മിൽ നിന്നും മുഖം മറയ്ക്കട്ടെ, दुनिया में कोई भी आपसे मुंह फेर ले, ആരും നമ്മുടെ കൂടെ വരാതിരിക്കട്ടെ, कोई भी आपके संग न आए, സ്തോത്രം, ആരും നമ്മെ ചേർത്ത് നിർത്താതിരിക്കട്ടെ, और कोई भी हमें उसके साथ साथ लेकर न चले तो भी, പക്ഷേ നമുക്ക് കർത്താവിനോട് പറയാം, അങ്ങയുടെ മുഖം എങ്കിൽ നിന്നും മറയ്ക്കല്ലേ. मगर हम परमेश्वर से इस प्रकार कहे कि तू अपना मुंह मुझसे न फेरे परमेश्वर. സ്തോത്രം. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിക്കട്ടെ, मेरे माता पिता भी मुझे छोड़ दे, ദാവീദ് പറയുന്നു, നീ എന്നെ ചേർത്തുകൊള്ളും. मगर दाऊद कहता है कि मगर तू मुझे अपना लेगा. 27-ാം സംഗീതത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, സ്തോത്രം, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ये 27वां भजन संहिता में दाऊद इस प्रकार कहता है कि माता पिता भी छोड़ देवे, मगर परमेश्वर मुझे अपना लेगा. സ്തോത്രം. ഒരു ടീനേജർ, एक टीनेजर या नौजवान व्यक्ति, ഒരിക്കൽ വീട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. उसको किसी कारणवश घर से भागकर जाना पड़ा उसे. രണ്ട് സഹോദരന്മാരാണ് അവർ, दो भाई लोग थे परिवार में, പക്ഷേ തമ്മിൽ വഴക്കായി. मगर आपस में झगड़ा हो गया, ഒരുവനെ കൊല്ലും എന്ന അവസ്ഥ വന്നു. और एक भाई दूसरे भाई को मार डालेगा उस अवस्था तक पहुंच गए. മരണഭയത്താൽ ഒരുവൻ വീട് വിട്ടിറങ്ങിപ്പോയി. डर के भय से एक घर छोड़कर भाग जाता है एक भाई. അവന്റെ അമ്മയും അവനോട് പറഞ്ഞു, മോനെ, ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, നീ ഓടിപ്പോ. उसकी माँ ने भी एक बेटे से कहा, तू यहाँ रहना ठीक नहीं है, मर जाएगा, इसके लिए यहाँ से भाग जा. പ്രാണഭയത്താൽ അമ്മയുടെ ഉപദേശവും കൂടെ കേട്ട് അപ്പനോടും ചേട്ടനോടും പിണങ്ങി അവരെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ ഈ ടീനേജറായ ഈ മോൻ ഓടിപ്പോവുകയാ. माता की आज्ञा को पालन करते हुए और मृत्यु के भय से, पिता और भाई से मृत्यु का डर से वजह से वो घर छोड़कर चला जाता है. ആളിനെ മനസ്സിലായോ? സ്തോത്രം. क्या आप लोग समझ रहे कौन है? യാക്കോബ്. जेकब. സ്തോത്രം. വഴി അറിയത്തില്ല, उसको कहाँ जाना है वो नहीं जानता, വീട് അറിയത്തില്ല, घर नहीं जानता किसी का. ബന്ധുക്കൾ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടു, അല്ലാതെ ഒരിക്കലും കണ്ടിട്ടില്ല. उसके रिश्तेदार हैं ऐसा माता कहते हुए उसने सुन रखा है. ഇന്നത്തെ പോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അന്ന്. आज की कोई भी आधुनिक सामग्री भी उसके हाथ में नहीं है. പോപ്പുലേഷൻ തന്നെ വളരെ കുറവാ. बहुत ही जनगणना भी बहुत कम थी उस समय. അതുകൊണ്ട് ശൂന്യ സ്ഥലങ്ങളായിരുന്നു കൂടുതൽ. कहाँ भी देखा जाए तो खाली बंजर जमीन दिखता है. അങ്ങനെ മരുഭൂമിയിലൂടെ ഇവന് യാത്ര ചെയ്യേണ്ടി വന്നു. वैसे बंजर जमीन से वो यात्रा करने लगता है. രാത്രി യാത്രയ്ക്ക് യോഗ്യമല്ല. रात को यात्रा करने सेफ नहीं है. അതുകൊണ്ട് സന്ധ്യയ്ക്ക് ചെന്നടത്ത് കിടന്നു. इसीलिए शाम के वक्त जहाँ जो कोई पहला घर मिलता है वहीं बस जाता है. നമുക്ക് കാര്യങ്ങൾ അറിയാം. മരുഭൂമിയിൽ കല്ലെടുത്ത് തലയണയായി വെച്ച് ഒത്തിരി ചിന്തകളിലൂടെ അവൻ പോയി കാണും, ഉറങ്ങിക്കാണത്തില്ല. और रात में जब सोने के लिए जब वो एक पत्थर को रखकर अपने सर पे लगा देता है, वो क्या करना है वो जानता नहीं है. സ്തോത്രം. എങ്ങനെങ്കിലും നേരം വെളുത്താ മതി, किसी भी प्रकार सुबह की रोशनी दिख जाए. പക്ഷേ അവന്റെ അപ്പന്റെ ഭവനം അവന്റെ പിറകിൽ അടഞ്ഞപ്പോൾ അവന് വേണ്ടി തുറക്കപ്പെട്ട ഒരു സ്വർഗത്തെ അവൻ കാണുന്നുണ്ട്. परमेश्वर जब वो घर छोड़कर चला जाता है डर करके, क्योंकि उसका पिता का घर उसके लिए बंद हो जाता है, तब वह रात को देखता है कि स्वर्ग उसके लिए खुल जाता है. कर സ്തോത്രം. ആരും അവനോട് കൂടെ ഇല്ല, कोई भी उसके संग में नहीं है. സ്തോത്രം. പക്ഷേ സ്വർഗദൂതന്മാർ അവന്റെ അടുക്കൽ ഷിഫ്റ്റ് വൈസ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. मगर वो देखता है कि स्वर्गदूत जो है शिफ्ट में ऊपर आते जाते दिखता है उसको. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഒറ്റയ്ക്കായിരുന്നോ? वो अकेला था क्या? അല്ല. नहीं. ആരെയെങ്കിലും കാണാൻ അവന്റെ മാംസ കണ്ണുകൾ കൊണ്ട് കഴിഞ്ഞോ? उसके शरीर के आंखों से उसने किसी को देखा क्या? ഇല്ല. नहीं. പക്ഷേ ദൈവം അവനെ കൈവിട്ടില്ല. मगर परमेश्वर ने उसको हाथ नहीं छोड़ा. ഹല്ലേലൂയ.
സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे हैं इस बात को? സ്തോത്രം. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, കൂരിരുളിന്റെ അല്ല മരണത്തിന്റെ കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. मृत्यु के घोर तराई में भी मैं गुजरे तभी मैं किसी को घबराऊंगा नहीं. കാരണം कारण क्या है? സ്തോത്രം, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. क्योंकि तू मेरे संग संग चलता है, इसीलिए. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഒരു താഴ്വരയാണ് മരണത്തിന്റെ കൂരിരുൾ താഴ്വര. मृत्यु की तराई कहा जाए तो हमारे जीवन के सबसे कठिनाइयों से भरा एक तराई होता है वो. സ്തോത്രം. ആ സമയത്താണ് നമുക്ക് സഹായം ആവശ്യമുള്ളത്. उस समय में हमको किसी की सहायता की आवश्यकता है. പക്ഷേ ഏറ്റവും നിസ്സഹായത അവിടെയാണ്. वहीं पर हम जो है सबसे असहाय बन जाते हैं. അവിടെയാണ് നമുക്ക് മറ്റുള്ളവരുടെ കൂട്ട് വേണ്ടത്. वहां पर हमको किसी और की संगति की आवश्यकता है. പക്ഷെ എല്ലാവരും നമ്മെ കൈയൊഴിയുന്നതും അവിടെയാ. मगर उसी समय सभी लोग अपना अपना हाथ उस समय छोड़ देते हैं. ശരിയല്ലേ? सही है ना ये? സ്തോത്രം. എല്ലാം നന്നായിരിക്കുമ്പോൾ ഒത്തിരി പേരുണ്ടാവും. जब सब कुछ चंगा है तभी सभी लोग आपके दोस्त हैं. സ്തോത്രം. പക്ഷേ നമുക്ക് മറ്റുള്ളവരുടെ ആവശ്യമുണ്ടാകുമ്പോൾ ആരും കാണത്തില്ല. जब हमको किसी की आवश्यकता पड़ जाती है तब हमारे संग कोई भी नहीं होता है. സ്വന്തം വീടിന്റെ വാതിൽ കൊട്ടിയടച്ചു, പക്ഷേ സ്വർഗത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നതായി. हमारे खुद का घर का फाटक बंद कर दिया जाता है, तब स्वर्ग का दरवाजा खुलकर हमारे सामने प्रकट होता है. കൂട്ടിനാരുമില്ല എന്ന് കരുതി ഭയപ്പെട്ടപ്പോൾ അവൻ കണ്ടു, ഇല്ല, ദൈവദൂതന്മാരുണ്ട്. उसने देखा कि दरवाजा बंद हो गया है, उसके संग रहने के लिए कोई भी नहीं है, तब वो दूसरा देखता है, स्वर्ग खुलकर उसके सामने स्वर्गदूत आते हैं. പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സ്തോത്രം. പിൽഗ്രിംസ് പ്രോഗ്രസ്. एक पिलग्रिम्स प्रोग्रेस करके एक इंग्लिश में बुक है, वो आपने किसी ने पढ़ा है? पढ़े हैं? नहीं पढ़ा? देखा है, पढ़ना चाहिए. पढ़ा? कुछ याद है? സ്തോത്രം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ വായിക്കണം കേട്ടോ. अगर आपने पढ़ नहीं रखा है तो उसको एक और बार पढ़ना. വായിച്ചവർ ഒന്നും കൂടെ വായിക്കണം. അത് जो पढ़ा है उसे वापस दोबारा पढ़ें. നെക്സ്റ്റ് ടു ദ ബൈബിൾ. ബൈബിൾ കഴിഞ്ഞാൽ ക്രൈസ്തവ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണത്. बाइबल के बाद में सबसे ज्यादा पढ़ा वाला मसीह के बीच में वो पिलग्रिम्स प्रोग्रेस करके एक किताब है. ഒരു നോവൽ പോലത്തെ പുസ്തകമാ. एक नॉवल के रूप में लिखा गया है. ജോൺ ബനിയൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ എഴുതിയതാ. जॉन बनियन ने उसे रचा है. സ്തോത്രം. അതിൽ പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. और उसमें से कहने वाला एक छोटा सा भाग है जो मैं आपके सामने रखता हूं. അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രികനാണ്, സിയോനിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രികനാണ് ഈ എഴുത്തുകാരൻ തന്നെ തന്നെ അവിടെ പരിചയപ്പെടുത്തുന്നത്. वो अपने आप को सियोन की ओर यात्रा करने वाला एक प्रवासी के समान वो अपने आप को कंपेयर करता है. അതുകൊണ്ടാണ് പരദേശി എന്ന് പറയുന്നത്. इसीलिए वो अपने आप को परदेशी कहते हैं. ഹു ഈസ് എ പരദേശി? परदेशी कौन होता है? നോട്ട് അതാണ് അവിടുത്തെ അർത്ഥം. പരദേശി എന്ന് പറഞ്ഞാൽ സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കുന്നവൻ എന്നല്ല, സ്വന്തമല്ലാത്ത ദേശത്തു കൂടെ സ്വന്തം ദേശത്തേക്ക് യാത്ര ചെയ്യുന്നവൻ എന്നർത്ഥം. जो खुद का देश नहीं है वहां से यात्रा कर रहा है ताकि वो खुद के देश में प्रवेश कर सके. A sojourner, a traveler to own or homeland through a foreign land. वो यात्री जो है स्वदेशी लोगों के बीच में से यात्रा कर कर वो अपने देश में प्रवेश करना चाहता है. സ്തോത്രം. അങ്ങനെ ഈ എഴുത്തുകാരൻ തന്നെ തന്നെ പരദേശി എന്ന് പറയുന്നു. वो इसीलिए अपने आप को परदेशी करता है. ഈ പരദേശി സിയോനിലേക്ക് പോവുകയാണ്. वो परदेशी जो है उसकी यात्रा सियोन को लक्ष्य रखे हुआ है. തന്റെ യാത്രയിലെ ഏറ്റവും കഠിനതരമായ സമയമായിരുന്നു ഈ കൂരിരുൾ മരണത്തിന്റെ താഴ്വര. ये जो मृत्यु की तराई जो है उसके जीवन के सबसे कठिनाइयों से भरा हुआ समय था.
അന്ധകാരമാണ്, കൂരിരുൾ താഴ്വരയാ, ഒന്നും കാണത്തില്ല. अंधकार है, घोर अंधकार, उसे कुछ भी दिखाई नहीं देता है। വളരെ അപകടങ്ങൾ നിറഞ്ഞ സ്ഥലം, कई दुर्घटनाएं से भरा हुआ रास्ता, വഴുവഴുപ്പ്, वहां पर slippery. फिसलन भी है അവിടെ കൂർത്തുമൂർത്ത കല്ലുകൾ, और वहां മുള്ളുകൾ. वहां पर एक कांटे भी हैं और पत्थर भी हैं। അങ്ങനെ മുഴുവൻ മരണം നിറഞ്ഞ ഒരു ഇരുണ്ട താഴ്വര. और मृत्यु से भरा हुआ, अंधकार से भरा हुआ एक तराई का रास्ता, അവിടേക്ക് പോകാൻ വേറൊരു വഴിയില്ല. और वहां पर सियोन में जाने के लिए इसके बीच से ही रास्ता है। നോ ടേണിംഗ്, നോ യു ടേൺ. उसको यहाँ वहां बगल में टर्न नहीं कर सकता और वापस भी मुड़ नहीं सकता, സ്തോത്രം. പോയേ പറ്റൂ. जाना ही होगा उसे। വളരെ ഭയപ്പെട്ട് വല്ലാതെ താൻ യാത്ര ചെയ്യുകയാണ്. बहुत ही घबरा कर जो है घबराहट के साथ यात्रा कर रहा है, ഒന്നും കാണത്തില്ലല്ലോ. क्योंकि कुछ दिखाई नहीं पड़ता है। അപ്പോഴാണ് വളരെ മുമ്പിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ശബ്ദം. और तब उस समय बहुत दूर से दूसरे व्यक्ति का एक आवाज सुनाई पड़ता है, അദ്ദേഹം പറയുന്നത് 23 സങ്കീർത്തനത്തിലെ വാക്യ. और वो व्यक्ति पुकार कर कहता है कि 23वां भजन संहिता का वचन, മരണത്താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. क्योंकि तू मेरे संग है, इसीलिए मृत्यु की तराई से गुजरूं तो भी मैं घबराऊंगा नहीं, कहता है वो। അപ്പൊ മുമ്പിൽ ഒരാൾ പോകുന്നൊന്നും ഇദ്ദേഹത്തിന് കാണാൻ വയ്യ. और आगे एक सामने व्यक्ति जा रहा है, वो कौन है वो भी दिखाई नहीं पड़ता है, മുമ്പിലെ മനുഷ്യൻ പോയി. और आगे का व्यक्ति चला जाता है। ഈ താഴ്വര ചെന്ന് അവസാനിക്കുന്നത് വളരെ വെളിച്ചമുള്ള സ്ഥലത്തേക്കാ. ये वैली से गुजर कर जो जाने वाला रास्ता है, प्रकाशमय एक स्थान है। അവിടേക്ക് അദ്ദേഹം ചെന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ വാക്യം പറഞ്ഞത്, ഈ മരണക്കൂരിൽ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നിട്ടും ഒരനർത്ഥവും ഭയപ്പെടാതിരുന്നത് ദൈവമേ അങ്ങ് എന്നോടുകൂടെ ഇരുന്നത് കൊണ്ടാണ്. और उस प्रकाशमय स्थान में पहुंचने के बाद आगे जाने वाला व्यक्ति कहता है कि मैं तराई से, मृत्यु के तराई से गुजरा मगर घबरा नहीं, क्योंकि तेरा संग मेरे साथ था। അപ്പോഴാണ് ഇത് കേട്ട പരദേശിക്ക് മനസ്സിലായത്, എനിക്ക് മുമ്പെയും ഒരുത്തൻ ഇതിലെ പോയിട്ടുണ്ട്. तो ये परदेशी जो अंधकार से गुजरता है तो भी उसे याद आता है कि आगे भी एक व्यक्ति गया जो सफलता को पाया है। അയാളോടൊപ്പം ദൈവം ഇരുന്നു. वो उस व्यक्ति के संग परमेश्वर रहा। അങ്ങനെയാണെങ്കിൽ ഈ താഴ്വരയിൽ കൂടെ പോകുന്ന എന്നോടൊപ്പവും എന്റെ ദൈവമുണ്ട്. मगर इस घोर तराई से, अंधकार भरे तराई में जाने वाला मेरे साथ भी परमेश्वर रहेगा। സ്തോത്രം. ഈ മരണത്താഴ്വരയിൽ മരിച്ചു വീഴാൻ ദൈവം അവനെ അനുവദിച്ചില്ലെങ്കിൽ ഞാനും ഇവിടെ മരിച്ചു വീഴാൻ ദൈവം എന്നെ അനുവദിക്കത്തില്ല. इस घोर मृत्यु के तराई से गुजरने पर मृत्यु मुझे हराएगा नहीं, परमेश्वर मेरे संग है, मृत्यु के आगे ले जाएगा कर वो जानता है। ഏറ്റവും ഒടുവിൽ ആ മുൻപിൽ പോയ മനുഷ്യൻ വിളിച്ചു പറയുന്നു, അയ്യോ കർത്താവേ സ്തോത്രം, അങ്ങ് എന്റെ ഇരുട്ടിനെ പ്രകാശമാക്കി മാറ്റിയല്ലോ. फिर आगे जाने वाले व्यक्ति का आवाज सुनाई पड़ता है, घोर अंधकार से मुझे प्रकाशमय स्थान में ले आया, इसके लिए परमेश्वर तुझे धन्यवाद। കാരണം ആ താഴ്വര കഴിഞ്ഞു, വെളിച്ചത്തിലേക്ക് താൻ എത്തി. वो तराई बीत जाता है, प्रकाशमय स्थान में पहुंच जाता है। ഈ പരദേശിക്കും ധൈര്യം, എങ്കിൽ ഈ ഇരുള് എന്നേക്കും നിൽക്കില്ല, അപ്പുറത്തൊരു പ്രകാശമുണ്ട്. ये परदेशी को भी प्रोत्साहन होता है कि अंधकार हमेशा के लिए नहीं होगा, आगे एक प्रकाशमय स्थान में पहुंच जाऊंगा मैं। അതേ പ്രിയരെ, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. इसीलिए प्रियो, परमेश्वर हमारे संग रहता है। സ്തോത്രം. അവൻ നമ്മെ ഒറ്റയ്ക്ക് വിടുകയില്ല. हमेशा हमें हमारे साथ है, इसीलिए हम कभी अकेले नहीं पाएंगे। നമ്മുടെ കണ്ണുകൾ കൊണ്ട് പലതും കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം. कई बार हमारे आंखों से हम शायद किसी को देख नहीं पाएंगे, പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം, ഉൾക്കണ്ണുകളെ തുറക്കണമേ, അങ്ങയുടെ കരുതലുകൾ ഞാനൊന്ന് കാണട്ടെ. इसीलिए हमारी भीतरी आंखों को खोलने के लिए हम प्रार्थना करें ताकि हम उसको देखकर आगे चल सकें। അതേ പ്രിയരെ, സ്തോത്രം. നമ്മുടെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കിയത് ദൈവത്തിന്റെ പ്രസാദത്താലാണ്. परमेश्वर को दृढ़ खड़ा किया है वो परमेश्वर की प्रसन्नता के वजह से। അവൻ തന്റെ മുഖം മറച്ചാൽ നാം ഭ്രമിച്ചു പോകും. अगर उसने उसका चेहरा को मोड़ लिया तो हम घबरा जाएंगे। തനിയെ നടക്കുവാൻ ത്രാണിയില്ലാത്ത പ്രാണികളാണ് നാം. हम जो ऐसे लोग हैं जो खुद से चलने की सामर्थ्य भी नहीं है। സ്തോത്രം. നമുക്ക് ദൈവത്തോട് പറയാം, തിരുമുഖം മറക്കരുതേ. इसीलिए हम परमेश्वर से कहें,
अपना मुंह न फेरे मुझसे। അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് സീക്ക് മൈ ഫേസ്, എന്റെ മുഖം അന്വേഷിപ്പീനെന്ന്. इसीलिए परमेश्वर कहता है मेरे मुंह को, मेरे चेहरे को खोजिए। അതുകൊണ്ടാണ് ഭക്തൻ വീണ്ടും പറയുന്നത്, സ്തോത്രം, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. जो परमेश्वर का चेहरा या मुख को देख पाते हैं वो झुकते नहीं है, शर्माते नहीं है, उसका प्रकाश में उनका चेहरा हो जाता है। സ്തോത്രം, സ്തോത്രം, हालेलुया। ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് കർത്താവിനോട് ഈ രണ്ട് ഏറ്റുപറച്ചിലുകൾ നടത്താം. ये दो कन्फेशंस हमारे जीवन में परमेश्वर से कहें। എന്തൊക്കെയാണ്? क्या तो है ये? ഒന്ന്, കർത്താവേ, അങ്ങയുടെ പ്രസാദമാണ് എന്നെ ഇതുവരെ കൊണ്ടുവന്നത്. आपकी प्रसन्नता ने मुझे अब तक इस स्थान पर ले आया है। അങ്ങയുടെ മുഖം എന്റെ മേൽ അങ്ങ് പതിപ്പിച്ചിരുന്നത് കൊണ്ടാ ഇതുവരെയും ഞാൻ കുലുങ്ങാതെ നിന്നത്. आपका चेहरा मेरे ऊपर बसा दिया, इसीलिए मैं अब तक स्थिर रहा परमेश्वर। അഥവാ നാം എപ്പോഴെങ്കിലും സങ്കീർത്തനക്കാരനെ പോലെ 6-ാം വാക്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിക്കാം. अगर छठे वचन के अनुसार हमने कभी कहा है तो हम परमेश्वर से क्षमा याचना करें। സ്തോത്രം, കർത്താവേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ക്ഷമിക്കണേ. अनजाने में परमेश्वर मैंने ये बातें कही हैं, मुझे क्षमा करो। സ്തോത്രം, നമ്മുടെ യാതൊന്നിലും നാം ആശ്രയിക്കരുത്. हमारे किसी भी वस्तुओं पर हम भरोसा न रखें। ഹല്ലേലൂയ. കർത്താവിൽ പൂർണ്ണമായും നമുക്ക് ആശ്രയിക്കാം. हम पूर्ण भरोसा जो है हमारे परमेश्वर पर ही रखें। ഇവിടം വരെ അവൻ നമ്മെ കൊണ്ടുവന്നെങ്കിൽ നിത്യതയോളം നടത്തുവാൻ ശക്തനാണ്. अगर अब तक हमें ले आया है तो अनंत जीवन की ओर हमें परमेश्वर ले जाने के लिए सक्षम है। സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ ഭൗമജീവിതത്തിൽ ദൈവം തരും. हमारे उद्धार के लिए अपने इकलौते पुत्र को दे दिया है तो हमारे जीवन के सारे जरूरतों को वो पूरा करेगा। ഹല്ലേലൂയ. നമ്മെ അവൻ ഒറ്റയ്ക്ക് വിടില്ല. हमें अकेला कभी खोने नहीं देगा। കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. हम आपको अनाथ नहीं छोड़ेंगे, ऐसा परमेश्वर ने कहा है। ഞാൻ നിങ്ങളെ അടുക്കൽ വരും. मैं आप लोगों के करीब आऊंगा। ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഞാൻ ഇരുത്തും. मैं जहां पर बैठा हूं वहीं पर आपको ले जाकर बसाऊंगा। അതിന് ഞാൻ നിങ്ങളെ അങ്ങോട്ട് വരുത്തുകയല്ല, ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. इसीलिए स्वर्ग में आने का न्योता ही नहीं देता, स्वर्ग से आकर हमें वहां ले जाने के लिए आता है। ആ വലിയ പ്രത്യാശയാൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ, സ്തോത്രം, ഇരുണ്ട നാളുകളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാം. സ്തോത്രം, അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നു. उस अंधकार भरे, कठिनाइयों भरे जीवन के अवस्थाओं के बीच में उस आशा हमको उसके पार ले जाने के लिए तत्पर बनाए। രണ്ട് പ്രാർത്ഥനകൾ. ഒന്ന്, അങ്ങയുടെ മുഖം എങ്കിൽ നിന്നും മറയ്ക്കരുതേ. एक प्रार्थना हमारा ऐसा हो कि परमेश्वर अपना मुंह मुझसे न फेरे। ഞാന് എന്റെ ചെറുപ്പത്തിൽ VBS-ൽ പഠിച്ചൊരു പാട്ടുണ്ട്. मैं बचपन में VBS में एक सीखा हुआ एक गाना है, മാറരുതേ മുഖം മറയ്ക്കരുതേ, परमेश्वर मुझसे दूर न हो, अपना चेहरा मत फेर, തള്ളരുതന്നെ തള്ളരുതേ. और मुझे कभी धिक्कार न दे। എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുമ്പ് അപ്പുറത്തെ ചർച്ചക്കാര് ആ പാട്ടിന്റെ ഹിന്ദിയാണെന്ന് തോന്നുന്നു പാടിയത്. शायद पिछले चर्च वाले लास्ट हफ्ते हिंदी में वो गीत गाया है। ആ ട്യൂൺ ആയിരുന്നു, പാട്ടതാണോന്ന് എനിക്കറിയില്ല. वो वैसा ही ट्यून था, पता नहीं वो गाना वही था क्या। എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ ഞാൻ കണ്ണുനീരോടെ കർത്താവിനോട് പറയുന്ന ഒരു വാചകമാണ്, മാറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതന്നെ തള്ളരുതേ. हम मेरे जीवन के कठिनाइयों भरे दिन में मैं इस प्रकार गाता हूँ, परमेश्वर तेरा मुंह मुझसे मोड़ना नहीं, तू मेरे संग न छोड़ना, मुझे धिक्कार करके मुझे दूर मत करना कर कर। നമ്മുടെ സന്തോഷവേളകളിലും കർത്താവിനോട് പറയാം, കർത്താവേ തിരുമുഖം മറയ്ക്കല്ലേ. जब हम चैन के जीवन बिताते हैं तब भी हम परमेश्वर से कहें, तेरा चेहरा मुझसे न मोड़े परमेश्वर। എനിക്ക് തന്നെ നടപ്പാൻ കഴിയില്ല, मैं अकेले चल ना पाऊंगा, എന്നെ കൈ പിടിക്കണമേ. मेरा हाथ को थामे रख तू। സ്തോത്രം. അതെ, രണ്ടാമത്തെ പ്രാർത്ഥനയാണ്, തിരുപ്രസാദമെങ്കിൽ നിന്നും മാറ്റല്ലേ. और तेरी प्रसन्नता मेरे जीवन से न हटे। ഹല്ലേലൂയ. ആ പ്രാർത്ഥനയോടും ഉറപ്പോടും കൂടെ നമ്മെ വീണ്ടും കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ उस അനുഗ്രഹിക്കുമാറാകട്ടെ. प्रार्थना और भरोसे के साथ अपने जीवन को परमेश्वर के हाथों में सौंपकर हम जीवन में आगे बढ़ें। സ്തോത്രം.
പ്രൈസ്